ഗുഡ് ഈവനിങ് എവരിബഡി. ഇന്നത്തെ നമ്മുടെ ഡ്രഗ് പിക്ചർ അഗാരിക്കസ് മസ്കാരിസ് ആണ്. അതിൻ്റെ ഒരു മെൻ്റൽ ആൻഡ് ഇമോഷണൽ പിക്ചർ എന്ന് പറയുന്നത് പൊതുവേ ഒരു ഭയങ്കര ആങ്സൈറ്റിയാണ് അവർക്ക് അവരുടെ ഹെൽത്തിനെ പറ്റി. ആ ആങ്സൈറ്റി കൊണ്ട് നമ്മളെയും ഭ്രാന്ത് പിടിപ്പിക്കും. നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് എനിക്ക് അവിടെ ഉണ്ട് വേദന, ഇവിടെ ഉണ്ട് വേദന, അവിടെ പെയിൻ ഉണ്ട്, ഇവിടെ പെയിൻ ഉണ്ട്. ഇപ്പം അത് കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞയക്കുകയാണെങ്കിൽ അടുത്ത ദിവസം വേറെ എന്തെങ്കിലും കൊണ്ടുവരും അവർ. ഇപ്പോൾ പൊതുവെ ഒരു ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശരി എന്നാൽ ഒന്ന് മാമോഗ്രാഫി ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ക്യാൻസറാണ് എനിക്ക് എന്നുള്ള മട്ടിലാണ് ഇനി ബാക്കിയുള്ള ജീവിതം മുഴുവൻ അവർ നയിക്കുക. അവർ ചെറിയ ചെറിയ കാര്യത്തിന് കരയുക, ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. സഡനായിട്ട് അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കരമായിട്ട് സന്തോഷം ഭയങ്കര ചിരിയൊക്കെ ആയിരിക്കും ഇടയ്ക്ക്. പിന്നെ അവർക്ക് ആങ്സൈറ്റി ഇങ്ങനെ ഒരു ഭയങ്കര ചേഞ്ചബിൾ ആയിട്ടുള്ള മൂഡ് കാണാറുണ്ട് ഇവർക്ക്. പിന്നെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു വേർഡ് ജോർജ് വിറ്റൽകോ സാറിൻ്റെ എസൻസ് ഓഫ് മെറ്റീരിയൽ മെഡിക്കലുണ്ട്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് പുറത്തുനിന്ന് തന്നെ നമ്മളെ കാണുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. നമ്മൾ ചിലപ്പം ചില മൂവിയിലൊക്കെ കാണാറുണ്ട് ഒരു ആക്സിഡൻറ്റ് നടക്കുക, പിന്നെ ആ ആക്സിഡൻറ്റിൽ ആ ഒരു മനുഷ്യൻ അവനവൻ്റെ ശരീരത്തിൽ നിന്ന് വെളിയിൽ നിന്ന് ആ മനുഷ്യൻ്റെ തന്നെ സ്വന്തം ശരീരം കാണുക, അയാളുടെ സോള് അയാളുടെ ശരീരം കാണുന്ന മാതിരിയുള്ളൊരു ഫീലിംഗ്. അതിനാണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസസ് എന്ന് പൊതുവെ പറയാം. ഇത് സിമിലർ ആയിട്ട് കാനാബിസ് ഇൻഡിക്കയ്ക്കും കാണാറുണ്ട്. പക്ഷേ കാനാബിസ് ഇൻഡിക്കക്കാർക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാവും. പക്ഷേ ഇവർക്ക് പേടി തോന്നില്ല. അതും പിന്നെ ഇവർ മരിച്ച ആൾക്കാരെ പറ്റി പറയുക, പിന്നെ ഈ അവരുടെ വർത്തമാനത്തിന് നമുക്കൊരുമാതിരി പേടിയാവണം, എന്തോ ഒരു നിഗൂഢതയുള്ള പോലെ നമുക്ക് തോന്നും ഈ ആൾക്കാരുമായിട്ട് മിണ്ടാൻ നേരത്ത്. അവർക്ക് ചില ബെഡിൽ ഉറങ്ങില്ല. എന്നുവെച്ചാൽ അവർ പറയും ആ ബെഡിൽ ഉറങ്ങാൻ നേരത്ത് കോഫിൻ ഫീൽ ചെയ്യുക, കോഫിൻ ആണെന്നുള്ള നമുക്കൊരു ഫീലിംഗ് ആണ്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ വർത്തമാനങ്ങൾ പൊതുവെ. പിന്നെ പൊതുവെ ഈ ഫിയർ ഓഫ് ക്യാൻസറും ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു ഫീലിങ്ങും അതും ഉണ്ടാവും. പക്ഷേ ക്യാൻസർ ഉള്ള ആൾക്കാരെയൊക്കെ പോയി ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈപ്പോകോൺഡ്രിയാക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഭയങ്കര സിവിയർ ഹൈപ്പോകോൺഡ്രിയാക്കൽ ആങ്സൈറ്റി ആയിട്ടാണ് എസൻസ് ഓഫ് മെറ്റീരിയൽ മെഡിക്കലിൽ ജോർജ് വിറ്റൽകോ സാർ ഇവരെ പറ്റി പറയുന്നത്. അടുത്തത് അതിൻ്റെ കീ തീം എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് മസ്കുലർ കൺട്രോൾ, ട്വിച്ചിങ് ആൻഡ് ജേർക്കിങ്. ചെറിയ ചെറിയ മസിൽസ് ട്വിച്ച് ചെയ്യുക, നെർവ്സ് ട്വിച്ച് ചെയ്യുക, ട്രെംബ്ലിങ് ഉണ്ടാവുക, കൊറിയ ലൈക്ക് മൂവ്മെൻറ്റ്സ്. കൊറിയ ലൈക്ക് മൂവ്മെൻറ്റ് ഒരു ഡാൻസ് പോലത്തെ ഒരു മൂവ്മെൻറ്റാണ് അവർ നടക്കണൊക്കെ കാണുമ്പോൾ. പിന്നെ ക്ലംസിനെസ് ഉണ്ടാവും, അവർക്കൊരു നിയന്ത്രണം ഇല്ലാത്തത്, ഒരു ഏകോപനക്കൊരു ആയിട്ടാണ് നമുക്ക് തോന്നുക. പിന്നെ ട്വിച്ചിങ് ഉണ്ടാവും, പിന്നെ ട്രെംബ്ലിങ്, ക്ലംസിനെസ്, എക്സസീവ് ലാഫ്റ്റർ, ഒരു കാര്യമില്ലാണ്ട് ചിരിക്കുക, ഭയങ്കര മെൻ്റൽ കൺഫ്യൂഷൻ ഉണ്ടാവുക. അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റും ഡൾനെസ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉള്ളൊരു ഫീലിംഗ് ആണ്. അത് നമുക്ക് പല മെഡിസിൻസിലുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഒത്തിരി ന്യൂറോളജിക്കൽ പ്രോബ്ലംസും കാണുകയാണെങ്കിൽ അഗാരിക്കസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻസ്. പിന്നെ അതിൻ്റെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് ലോസ് ഓഫ് കൺട്രോൾ ഓഫ് മൈൻഡ് ആൻഡ് ബോഡിയാണ്. ബാക്കി ഇങ്ങനെ നമ്മൾ വീക്ക്നെസ് ഓഫ് മസിൽസ് ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ വീക്ക്നെസ് ഓഫ് നെർവ്സ് ഇൻവോൾവ് ആകുമ്പം നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുക ഒരു വീക്ക്നെസ് ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ്. പക്ഷേ അഗാരിക്കസിൽ എല്ലാം ഒരു എക്സാജറേറ്റഡ് ഫീലിംഗ് ആണ്. ടൂ മച്ച് ആക്ടിവിറ്റി, ടൂ മച്ച് ഇമ്പൾസസ്, ടൂ മെനി ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എല്ലാം ഒന്ന് എക്സാജറേറ്റഡ് ആണ് പൊതുവെ അഗാരിക്കസിൽ കാണുക. ഒരു ചൈൽഡിൻ്റെ പിക്ചർ, ഒരു മെൻ്റൽ പിക്ചർ ഓഫ് എ ചൈൽഡ് അല്ലെങ്കിൽ ഒരു കുട്ടി ക്ലിനിക്കിൽ വരാൻ നേരത്ത് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, എല്ലായിടത്തും താഴെ വീഴുക, കയ്യിൽ നിന്ന് താഴെ സ്വന്തമായിട്ട് തന്നെ താഴെ വീഴുക, ഒരു കാര്യമില്ലാണ്ട് ചിരിക്കുക, എല്ലാത്തിലും ഒരു കോർഡിനേഷനൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവുക, എഴുതാൻ പറ്റില്ല, മാം ആ കുട്ടി എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ആ കുട്ടിക്ക് വർത്തമാനം പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് അഗാരിക്കസിനെ പറ്റി ആലോചിക്കാനുള്ളേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തന്നെ ഒരു അഡൾട്ട് ഫോം എന്ന് പറയുമ്പോൾ ഒരു കള്ള് കുടിച്ച ഒരു മനുഷ്യൻ്റെ ഒരു രൂപമാണ് അഗാരിക്കസിന്. സ്പീച്ച് ഇറഗുലറാണ്, ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് ഇങ്ങനെ വർത്തമാനം പറയാനായിട്ടുണ്ടെങ്കിൽ സഡനായിട്ട് വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിന് എടുത്തിടുക, കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് പറയുക, എന്തിന് ചോദ്യങ്ങൾക്കൊക്കെ ചിലപ്പം ശരി ഉത്തരമായിരിക്കില്ല നമുക്ക് കിട്ടുന്നുണ്ടാവുക, പിന്നെ ചില വേർഡ്സ് കൺഫ്യൂസ് ആവുക, ചില വേർഡ്സ് മറന്നു പോവുക, എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് പോലും ചിലപ്പോൾ മറന്നു പോവുക. ഇതൊക്കെയാണ് സാധാരണ ഒരു അഡൾട്ടിൻ്റെ ഒരു മെൻ്റൽ പിക്ചറായിട്ട് നമ്മൾ കാണാറ്. നമുക്ക് അവരെ കാണുമ്പോൾ ഒരു ഫൂളിഷ് മെറിമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു കാരണമില്ലാണ്ട് സന്തോഷമായിട്ടിരിക്കുക,
പാടുക, ചിരിക്കുക, ഡാൻസ് കളിക്കുക, ചെറിയ കുട്ടികളെ പോലുള്ള ബിഹേവിയർ കാണിക്കുക. പിന്നെ സഡനായിട്ട് അവർ ആങ്ഷ്യസ് ആവും, അവർക്ക് പേടി വരും, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂഡ് സ്വിങ്സ് ഉണ്ടാവുക പൊതുവെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു മെൻ്റൽ കൺഫ്യൂഷൻ സ്റ്റേറ്റ് പൊതുവെ ഇവർക്ക് കാണാറുണ്ട്. അവർക്ക് വർത്താനം പറയുമ്പോൾ മിസ്റ്റേക്സ് ചെയ്യുക, എഴുതാൻ നേരത്ത്, വായിക്കാൻ നേരത്ത് കാൽക്കുലേഷൻസ് മിസ്റ്റേക്ക്, ചിന്തകളിൽ ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഡനായിട്ട് അവർക്ക് എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് മറന്നു പോവുക, വർത്താനം പറയാനുള്ള ചില വാക്കുകൾ കിട്ടാണ്ടിരിക്കുക, ഇതൊക്കെയാണ് പൊതുവെ കാണാറുള്ളത്. കോർഡിനേഷൻ പ്രോബ്ലംസ് നമുക്ക് പൊതുവെ നമ്മൾ ഒബ്സർവ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരെന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ അത് കയ്യിന്ന് അതെടുക്കാണ്ട് അടുത്ത ഇതിലേക്ക് എടുക്കുക. പിന്നെ നീഡിൽ ത്രെഡ് അത് നമുക്ക് അവർ തന്നെ പറയാറ്, നമുക്കത് കണ്ണ് കാഴ്ചയ്ക്ക് കുറവുകൊണ്ടല്ല, പക്ഷെ അതിനകത്ത് കയറ്റാൻ നേരത്ത് കൈ ഇങ്ങനെ വിറയ്ക്കണു ഡോക്ടറെ, ഉള്ളിൽ കയറാൻ ത്രെഡും നീഡിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുക. കുടിക്കാൻ പോണ കപ്പ് താഴെ വീഴുക, നടക്കാൻ നേരത്ത് ആടി ആടി നടക്കുക. പിന്നെ ചിലപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഡിസ്റ്റൻസ്. ചിലപ്പോൾ കാല് വെക്കാൻ നേരത്ത് അവരിങ്ങനെ ഭയങ്കര ഫോഴ്സായിട്ട് കാല് വെച്ചിട്ട് പിന്നെ നിലത്ത് വീഴുന്ന യുനോ സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഓക്വേർഡ്നെസ് ആണ് പൊതുവെ ഇതിൽ കാണാറുള്ളത്. നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ട്വിച്ചിങ് ഉണ്ടാവും, ഫാസിക്കുലേഷൻസ് ഉണ്ടാവും. ഫാസിക്കുലേഷൻസ് പറയുമ്പോൾ ട്വിച്ചിങ് തന്നെയാണ്, മസിൽസിൻ്റെ ചെറിയ ചെറിയ മസിൽസിൻ്റെ ട്വിച്ചിങ്. ട്രെമേഴ്സ് ഉണ്ടാവും, കോറിയ ഡാൻസ് ലൈക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, ടിക്സ് ഉണ്ടാവും, മസിൽ ജെർക്കിംഗ് ഉണ്ടാവും, കൺവൾഷൻസ് ഉണ്ടാവും, മയോക്ലോണസ് ഉണ്ടാവും. മയോക്ലോണസും ഇതുപോലെ തന്നെയാണ്, മസിൽസിൻ്റെ ട്വിച്ചിങ് ആണ് പൊതുവെ. ഈ സിംറ്റംസ് ഒക്കെ ഉറക്കത്തിന് മുമ്പാണ് കുറച്ച് അധികമായിട്ട് കാണാറ്. ഇവർ പറയുന്ന സെൻസേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നീഡിൽ പിക്കിംഗ് സെൻസേഷൻ, ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് സെൻസേഷൻ, ക്രോളിംഗ് സെൻസേഷൻ, ടിംഗ്ലിംഗ് സെൻസേഷൻ, ബേണിംഗ്, കോൾഡ്നെസ്, ഇതൊക്കെയാണ് അവർ പറയുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന സെൻസേഷൻസ്. വെച്ചാൽ പിന്ന് കുത്തണ പോലെ, ഇലക്ട്രിക് ഷോക്ക് പോലെ, എന്തോ ഇഴഞ്ഞു പോണ മാതിരി, ടിംഗ്ലിംഗ് ആയിട്ടുള്ള അതിന് ഇങ്ങനെ ഇങ്ങനെ ടിംഗ്ലിംഗ് ഫീലിംഗ്, ബേണിംഗ് എരിച്ചിൽ, പിന്നെ കോൾഡ്നെസ്. അപ്പോൾ ഇതൊക്കെ ടിംഗ്ലിംഗ്, ബേണിംഗ്, കോൾഡ്നെസ് ഒക്കെ സാധാരണ നമുക്ക് ടിപ്പിക്കലായിട്ട് അതൊരു നെർവസ് ഇൻവോൾവ്മെൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. അവർ പിന്നെ വേറൊരു കാര്യം പറയണത്, എൻ്റെ കൈകാലുകൾക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു എന്താ പറയുക, അതിനൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലയിലാണ് എൻ്റെ കൈകാലം, അതിന് തോന്നണൊക്കെ ചെയ്യുള്ളൂ ഡോക്ടറെ. അങ്ങനെയാണ് അവർക്ക് അതൊരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഫോർ അഗാരിക്കസ്. പിന്നെ മസിൽസിനുള്ളത് ഇൻവോളണ്ടറി കോൺട്രാക്ട് ഓഫ് മസിൽസ് ഉണ്ടാവും. അതിൽ ഐ ട്വിച്ചിങ് ഉണ്ടാവും, ഐലിഡ്സ് ടച്ച് ചെയ്യുക, കണ്ണിൻ്റെ പോളകൾ ടച്ച് ചെയ്യുക, ഫേഷ്യൽ മസിൽസ് ടച്ച് ചെയ്യുക, നെക്കിൽ ജേർക്കിംഗ് ഉണ്ടാവുക. ചില ആൾക്കാർ നമ്മളിങ്ങനെ കാണാറുണ്ടല്ലോ ജേർക്കിംഗ് ഉള്ള മസിൽസ്. പിന്നെ ഷോൾഡറിൽ ട്വിച്ചിങ്, ഫിംഗർ ടിപ്പിൽ ട്വിച്ചിങ്, ഇതൊക്കെ നമുക്ക് അഗാരിക്കസിൽ നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ ട്രെംബ്ലിങ് ഉണ്ടാവുക, ട്രെംബ്ലിങ്, വിറയൽ, കൈകാലുകൾക്ക്, ടങ്ങിന്, ചിലപ്പോൾ ഫുൾ ബോഡിയിൽ തന്നെ വിറയലുണ്ടാവും. സ്പീച്ച് പൊതുവെ ഒന്നെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും, ജെർക്കി ആയിരിക്കും, സ്റ്റാമറിങ് ഉണ്ടാവും, വിക്കൽ, ചിലപ്പം ബ്രോക്കൺ സ്പീച്ച് ആയിരിക്കും, കറക്റ്റായിട്ടുള്ള വേർഡ്സ് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ടിപ്പിക്കൽ ഹെഡിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് വേർട്ടിഗോ ഉണ്ടാവും, തലകറക്കം, ഒരു ഇൻടോക്സിക്കേറ്റഡ് ഫീലിംഗ് ആയിരിക്കും. അവർ തന്നെ പറയും കള്ളു കുടിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എൻ്റെ തലയ്ക്ക്. ഓക്സിപിറ്റൽ ഹെഡേക്ക് ഉണ്ടാവും, തലയുടെ പുറകിൽ ഓക്സിപിറ്റൽ ഏരിയയിൽ ഹെഡേക്ക് ഉണ്ടാവും. തല വല്ലാണ്ട് എൻലാർജ് ആയിട്ടുള്ള ഒരു സെൻസേഷൻ ഓഫ് ഐസി കോൾഡ്നെസ് ഉണ്ടാവും. ഫ്രോസ്റ്റ് ബൈറ്റിന് വല്ലൊരു മെഡിസിൻസ് ആണ്, വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കേഷൻസ് ആണ് അഗാരിക്കസ്. പിന്നെ ട്വിച്ചിങ് ഓഫ് ഐലിഡ്സ്, ഡബിൾ വിഷൻ ഉണ്ടാവും. ചിലപ്പോൾ വിഷൻ തന്നെ ബ്ലേർഡ് ആയിരിക്കും, കാഴ്ചക്കുറവ് പോലെ, ഇങ്ങനെ മങ്ങൽ പോലെ ഉണ്ടാവും. എല്ലാ സാധനങ്ങളും, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ സാധനങ്ങളൊക്കെ ഓടി നടക്കണു, ലെറ്റേഴ്സൊക്കെ ഓടി നടക്കണു. നമ്മൾ ആ താരേ ജമീൻ പറിൽ കാണാൻ ഒരു ഇതിൽ ഒരു പിക്ചറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ലെറ്റേഴ്സൊക്കെ ഓടി നടക്കണ പോലെയൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയാണ് സാധാരണ അഗാരിക്കസിന്. അതിൻ്റെ സ്കിൻ സിംറ്റംസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ഇച്ചിങ് ഉണ്ടാവും, ബേണിങ് ഉണ്ടാവും. ഫ്രോസ്റ്റ് ബൈറ്റ്സിന് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കേഷൻസ് ആണ്. തണുത്ത സ്ഥലങ്ങളിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാവുക നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ഒരു നല്ലൊരു മെഡിസിൻ ആണ് അഗാരിക്കസ്. റെഡ്നെസ് ഉണ്ടാവും, നീഡിൽ ലൈക്ക് പെയിൻസ്. ഈ ഒത്തിരി സിവിയർ കോൾഡിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അഗാരിക്കസ്, അപ്പോഴാണ് ഈ ഫ്രോസ്റ്റ് ബൈറ്റ്സ് ഒക്കെ ഉണ്ടാവാറ്. അതിന് അഗാരിക്കസ് നല്ലൊരു മരുന്നാണ്. അഗ്രിവേഷൻ എന്ന് പറയുന്നത് കോൾഡ് എയർ, ഫ്രോസ്റ്റ്, തണ്ടർ സ്റ്റോമിന് ജസ്റ്റ് ബിഫോർ ആയിട്ട്, ഭയങ്കര മഴക്കാലം ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, മെൻ്റൽ എക്സേർഷൻ, സെക്ഷൽ എക്സസ്, ആൽക്കഹോൾ കുടിച്ച് കഴിഞ്ഞിട്ട്. കാരണം ആൽക്കഹോൾ ഇസ് സംതിങ് ദാറ്റ് എഫക്ട്സ് ദ നെർവ്സ് ആണ്. അപ്പോൾ ആൽക്കഹോൾ കുടിച്ച് കഴിയുമ്പോൾ അത് ഒന്നും കൂടെ അഗ്രിവേറ്റ് ആവും. മോർണിംഗ് ബിഫോർ സ്ലീപ്പ് ബെറ്റർ. അമലറേഷൻ എന്ന് പറയുന്നത്
സ്ലോ മൂവ്മെൻറ്റ്, ജെൻറ്റിൽ വാംത്ത് ആൻഡ് റെസ്റ്റ് ആണ്. അവർ തന്നെ കോൺഷ്യസ് ആയിട്ട് അവരുടെ മൂവ്മെൻറ്റ് കുറയ്ക്കുക, ചൂട് പിടിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക. ഇതൊക്കെ ചെയ്താൽ മാത്രമേ അവർക്കതൊന്ന് ബെറ്റർ ആയിട്ട് തോന്നുള്ളൂ. സോറി. സ്ലീപ്പ് പൊതുവെ ഡിസ്റ്റർബ് ആവുന്നത് ജെർക്കിങ്, ആ ഉറക്കക്കുറവുണ്ടാവുക, അവർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവും. എന്താന്ന് ചോദിക്കുമ്പോൾ മസിൽസ് ഒക്കെ കിടന്ന് പെടയുന്നു ഡോക്ടറെ, ഉറക്കം പോലും പോയി പോണു. ജെർക്കിങ്, ട്വിച്ചിങ്, ഫ്രൈറ്റ്ഫുൾ ഡ്രീംസ് ഉണ്ടാവുക, പിന്നെ അവർക്ക് വർത്താനം ഉണ്ടാവും, ഉറക്കത്തിൽ വർത്താനം പറയുന്ന ടെൻഡൻസി ചിലപ്പോൾ കാണാറുണ്ട്. ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര നെർവസ് സെൻസിറ്റിവിറ്റി ഉണ്ടാവും, ഭയങ്കര നെർവസ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. ക്ലംസിനെസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രോസ്റ്റ് ബൈറ്റ്, ട്വിച്ചിങ് വിത്ത് വീക്ക്നെസ്, ട്രെമേഴ്സ് വിത്ത് എക്സൈറ്റ്മെൻറ്റ്. അപ്പം ഏതൊക്കെ പാർട്സിന് നമ്മൾ അതിന് അഫിനിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ ബ്രെയിൻ, സെറിബെല്ലം, സ്പൈനൽ കോഡ്, പെരിഫറൽ നെർവ്സ്, സ്കെലിറ്റൽ മസിൽസ് ആൻഡ് സ്കിൻ. അപ്പോൾ CNS-ഉം പിന്നെ സ്കെലിറ്റൽ മസിൽസും സ്കിന്നിനും ഫ്രോസ്റ്റ് ബൈറ്റ്, നീഡിൽ സെൻസേഷൻ, ഇതിനൊക്കെ അഗാരിക്കസ് നല്ലതാണ്. ക്ലിനിക്കൽ കണ്ടീഷൻസ് ഒക്കെ പറയുമ്പോൾ ഒന്ന് കൊറിയ എന്ന് വെച്ചാൽ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഡാൻസിങ് മൂവ്മെൻറ്റ്, പാർക്കിൻസോണിയൻ ട്രെമേഴ്സ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിന് നല്ലതാണ്, ടിക് ഡിസോർഡേഴ്സിന് ഇങ്ങനെ പെടയല അങ്ങനെ ടിക് ഡിസോർഡേഴ്സിന് നല്ലതാണ്, ന്യൂറാൾജിയക്ക് നല്ലതാണ്, പെരിഫറൽ ന്യൂറോപ്പതി, കൈക്കിൻ്റെ അറ്റം നംനെസ് ഫീൽ ചെയ്യുക, ഒരു ഒന്നും ഇല്ലാത്ത സെൻസേഷൻ, ഈ വിരലിൻ്റെ അറ്റൊക്കെ നംനെസ് പോലെ പറയുക, അതൊക്കെയാണ് സാധാരണ പെരിഫറൽ ന്യൂറോപ്പതി. ഫ്രോസ്റ്റ് ബൈറ്റ്സ്, ചിൽ ബ്ലെയിൻസ്, റൈറ്റേഴ്സ് ക്രാമ്പ്, ഒത്തിരി എഴുതുന്ന ആൾക്കാർക്ക് ക്രാംസ് വരിക, മസിൽ സ്പാസം, ഇതൊക്കെയാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. പിന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയാനുള്ളത്, ആദ്യം നമുക്ക് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് അഗാരിക്കസ് നമ്മൾ പറഞ്ഞു. ട്വിച്ചിങ്, ക്ലംസിനെസ്, ഇൻവെൻട്രി മൂവ്മെൻറ്റ്, ഫൂളിഷ് ലാഫ്റ്റർ. ക്യുപ്രമെറ്റാലിക്കത്തിനും അതിനെ കമ്പയർ ചെയ്യുമ്പം അതിനും ക്രാംസ് ഉണ്ട്, സ്പാസംസ് ഉണ്ട്. പിന്നെ സിങ്ക മെറ്റാലിക്കം, ഫിഡ്ജിറ്റിറ്റി, ഫീറ്റ്, ഭയങ്കര കാല് കിടന്ന് അനക്കിക്കൊണ്ടേയിരിക്കുക, അതൊരു സിങ്ക മെറ്റിൻ്റെ ഒരു ഇതാണ്. പിന്നെ നെർവസ് എക്സോഷൻ അവർക്കുണ്ട്. ടെറൻറ്റുലേനെ നമുക്ക് അഗാരിക്കസിനെ കണ്ടാൽ, ചെറിയ കുട്ടികളെ കണ്ടാൽ ഏകദേശം ഒരുപോലെ ഉണ്ടാവും. എക്സ്ട്രീം റെസ്റ്റ്ലെസ്നെസ്, ഹറീഡ് ആക്ടിവിറ്റി. പക്ഷേ ടെറൻറ്റുള്ള ആൾക്കാർക്ക് മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആ കുട്ടികൾ അങ്ങ് കാമാവും. അതാണ് ടെറൻറ്റുള്ളയുടെ ഏറ്റവും, അവർക്ക് ഭയങ്കര റിലീഫ് ഫ്രം മ്യൂസിക് ആണ്. ഹയോസിയാമസിലും ഉണ്ട് ഇതുപോലെ തന്നെ, മേനിയ വിത്ത് ജെലസി, ലൊക്കേസിറ്റി, ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ. ഈ ഹയോസിയാമസ് ഈ പറയണ മാതിരി ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ഓരോന്ന് ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ ഹയോസിയാമസിനെ പൊതുവെ കാണാറുള്ളത്. അപ്പം അതൊരു ഡിഫറൻസിയേഷൻ പോയിന്റ് ആയിട്ട് നമുക്കത് എടുക്കാം. Okay, that's all for today. Thank you so much. I hope you enjoyed this video. Thank you again.